ശ്രീ വിഷ്ണു സഹസ്രനാമം ഫലശ്രുതി. ഇതീദം കീർത്തനീയസ്യ കേശവസ്യ മഹാത്മനഃ നാംനാം സഹസ്രം ദിവ്യാനാം അശേഷേണ പ്രകീർത്തിതം. ഇപ്രകാരം മഹാത്മാവും കീർത്തിക്കപ്പെടേണ്ടവനുമായ കേശവന്റെ ദിവ്യങ്ങളായ 1000 നാമങ്ങളും പൂർണ്ണമായും പ്രകീർത്തിക്കപ്പെട്ടു കഴിഞ്ഞു. യയിദം ശൃണുയാൻ നിത്യം യശ്ചാപി പരികീർത്തയേത് നാശുഭം പ്രാപ്നുയാത് കിഞ്ചിത് സോ മുത്രേഹ ച മാനവാഃ. യാതൊരുവൻ ഇത് നിത്യവും കേൾക്കുകയോ സ്വന്തമായി പരികീർത്തിക്കുകയോ ചെയ്യുന്നു, ആ മനുഷ്യൻ ഇഹലോകത്തിലും പരലോകത്തും സ്വല്പം പോലും അശുഭത്തെ പ്രാപിക്കുന്നില്ല. വേദാന്തകോ ബ്രാഹ്മണസ്യാത് ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധനസമൃദ്ധ്യ സ്യാത് ശൂദ്രസുഖമവാപ്നുയാത്. ഈ നാമം ജപിക്കുന്ന ബ്രാഹ്മണൻ വേദാന്തത്തിൻ്റെ ജ്ഞാതാവായിത്തീരുന്നു, ക്ഷത്രിയൻ വിജയിയായി ഭവിക്കും, വൈശ്യൻ സമ്പദ് സമൃദ്ധിയെ പ്രാപിക്കും, ശൂദ്രൻ സുഖത്തെ പ്രാപിക്കും. ധർമാർത്ഥി പ്രാപ്നുയാത് ധർമ്മം അർത്ഥാർത്ഥി ചാർത്ഥമാപ്നുയാത് കാമാനവാപ്നുയാത് കാമീ പ്രജാർത്ഥി ചാപ്നുയാത് പ്രജാം. ധർമ്മത്തെ ആഗ്രഹിക്കുന്നവൻ ധർമ്മത്തെയും, അർത്ഥത്തെ ആഗ്രഹിക്കുന്നവൻ അർത്ഥത്തെയും, കാമത്തെ ആഗ്രഹിക്കുന്നവൻ കാമത്തെയും, സന്താന ലാഭത്തിന് ഇച്ഛിക്കുന്നവൻ സന്താനത്തെയും പ്രാപിക്കുന്നു. ഭക്തിമാൻ യസ്സദോത്ഥായ ശുചിസ്തദ്ഗതമാനസഃ സഹസ്രം വാസുദേവസ്യ നാംനാമേതത് പ്രകീർത്തയേത് യശ പ്രാപ്നോതി വിപുലം ജ്ഞാതി പ്രാധാന്യമേവ ച അചലാം ശ്രിയമാപ്നോതി ശ്രേയപ്രാപ്നോത്യനുത്തമം ന ഭയം ക്വചിദാപ്നോതി വീര്യം തേജശ്ച വിന്ദതി ഭവത്വരോഗോ ദ്യുതിമാൻ ബലരൂപഗുണാന്യുതഃ. ഭക്തിമാനായ യാതൊരുവൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് പരിശുദ്ധനായി ഭഗവാനിൽ മനസ്സുറപ്പിച്ച് വാസുദേവന്റെ ഈ സഹസ്രനാമത്തെ പ്രകീർത്തിക്കുന്നുവോ അവൻ വിപുലമായ യശസ്സിനെയും ജ്ഞാനികളിൽ പ്രധാന സ്ഥാനത്തെയും സ്ഥൈര്യമുള്ള ഐശ്വര്യത്തെയും സർവോത്തമമായ യശസ്സിനെയും പ്രാപിക്കുന്നു. അവൻ ഒരിടത്തും ഭയത്തെ പ്രാപിക്കുന്നില്ല, വീര്യവും തേജസ്സും ഉണ്ടാകുന്നു. അവൻ രോഗമില്ലാത്തവനായും സൗന്ദര്യം, ബലം, രൂപം, ഗുണം ഇവയോടു കൂടിയവനായും ഇരിക്കും. രോഗാർത്തോ മുച്യതേ രോഗാത് ബദ്ധോ മുച്യേത ബന്ധനാത് ഭയാൻ മുച്യേത ഭീതസ്തു മുച്യേതാപന്ന ആപദഃ. രോഗം കൊണ്ട് ദുഃഖിക്കുന്നവൻ രോഗവിമുക്തനായിത്തീരും, ബദ്ധനായവൻ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും, ഭീതനായിരിക്കുന്നവൻ ഭയവിമുക്തനായിത്തീരും, ആപത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവൻ അതിൽ നിന്ന് കരകയറുകയും